ഇത്രയും നാൾ നമ്മ പഠിപ്പിച്ച സുഖ ടീച്ചർ പോന്ന് പറയുമ്പോ എനിക്ക് ഒതുക്കത്തെ സന്തോഷം. സങ്കടം ടീച്ചറെ. വാർദ്ധക്യ പെൻഷൻ അപേക്ഷിക്കാൻ വന്നതാണ്. മേഡത്തിന്റെ മുഖം കണ്ടിട്ട് വരുമാനം ഇല്ലാത്ത കൂട്ടത്തിലാണെന്ന് തോന്നുന്നേ ഇല്ല. എങ്കിൽ ഞാൻ നാളെ തൊട്ടേ കുളിക്കാൻ നനയ്ക്കാതെ പല്ലിയേക്കാൻ വരാം. അപ്പൊ നീ എഴുതാൻ പെൻഷൻ. എടാ എന്റെ കണ്ണാടി ഉണ്ടായിരുന്ന ഇത്ര നേരം ഇവിടെ ഇരുന്ന് ചപ്പാത്തി മുട്ടക്കറിയും കഴിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ അങ്ങോട്ട് പോണ. കണ്ണാടി നിന്റെ അടുത്ത് എവിടെ പോണെന്ന് പറഞ്ഞില്ലായിരുന്ന? ഞാൻ ചോദിച്ചില്ല. അച്ഛാ, ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് ഒരു രക്ഷയില്ല. നീക്ക് എവിടെ നിന്നാലും രക്ഷയില്ല. ഞാൻ യു കെയിലോട്ട് കയറി പോയാലോ എന്ന് ആലോചിക്കും. കേരളം മുടിപ്പിച്ചത് പോരെ, ഇനി യു കെയും കൂടെ മുടിപ്പിക്കണം. അച്ഛാ, യു കെയിലൊക്കെ നല്ല ജോലി സാധ്യതയുണ്ട്. ലൈഫ് സെറ്റിൽ ആവും. നീ ഒഴിച്ച് ബാക്കി കയറി പോണ എല്ലാവരുടെയും ലൈഫ് സെറ്റ് ആവും. ഇപ്പൊ അച്ഛൻ ഒരു സമ്മതം മൂളിയാൽ ഭാവിയിൽ അച്ഛന്റെ മോൻ ഒരു സുന്ദർ പിച്ചയാവും. പിച്ച എടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. എന്തിനാ മാമ മുന്തിക്കാതിക്കുന്ന? ഇപ്പൊ കാണിച്ചു തരാം. മോനെ ഏതാ പത്തി ദമാതെ നിനക്കൊന്നൊന്നല്ല പിന്നെന്താ എന്നത്? ഈ നായിന്റെ പോത് ഒരു ദിവസം ബിരിയാണി കൊത്തുപോവത്. എടാ, ഞാൻ നിന്റെ അച്ഛനാണ്. അമ്മയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. നീ ഇങ്ങനെ ജോലിക്ക് കുളിക്ക് പോകാതെ വീട്ടിൽ കുത്തിയിരിക്കല്ല. ഇങ്ങനത്തോട്ട് കസേരയിരുന്നു. അടയ്ക്കാണെങ്കിൽ പിടിച്ച് മടിയിരുത്താം. അടയ്ക്കാൻ മരമാണെങ്കിലാ തോളത്തെടുത്ത് വെക്കി. വേറെ പണിയൊന്നുമില്ലല്ലോ. എടി, കഴിക്കാൻ എന്തുണ്ട്? ഭക്ഷണം. അല്ലാതെ നിങ്ങൾക്ക് ദിവസം ഞാൻ കല്ല് മണ്ണിലൊന്നല്ല കഴിക്കാൻ തരണ. കിട്ടി ബോധിച്ച്. എവിടെ അടുത്തുള്ള കലിപ്പ് എവന്റെ അടുത്ത് തീർക്കാം. ഇന്നലെ വൈകുന്നേരം നീ ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ കണ്ടല്ല. പിന്നെ ബസ് കയറാൻ ബസ് സ്റ്റോപ്പിലല്ലാതെ എയർപോർട്ടിൽ പോയി നിൽക്കാൻ പറ്റൂലല്ലോ അച്ഛാ. കേട്ടോ, തന്നോടൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു ജൂനിയർ പ്ലേസിനെ റാഗ് ചെയ്തെന്ന്? സാർ, ഞങ്ങൾ റാഗ് ചെയ്തിട്ടില്ല. 1 കിലോ അരി പിള്ളേരെടുത്ത് കൊടുത്തിട്ട് അതിൽ എത്ര അരിമണി ഉണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പറഞ്ഞു. അത് റാഗിംഗ് ആണോ സാർ? സ്വാമി, എന്റെ ജീവിതത്തിൽ ഒരു മുന്നേറ്റവും ഇല്ല. എന്തെങ്കിലും പ്രതിവിധി? കല്യാണം കഴിച്ചിട്ടില്ല എനിക്കറിയാം. ജോലി ആയിട്ടില്ല അതും എനിക്കറിയാം. പേരെന്തടാ? KP അഷ്ടാമൃത രാമാനുജൻ. നിന്റെ പേരാണ് ചോദിച്ചാ, അല്ല നീ രാവിലെ കുടിച്ച കഷായത്തിന്റെ പേരല്ല. സാർ, ജൂനിയേഴ്സ് പയ്യന്മാർക്ക് ഒന്ന് ഒതുങ്ങാൻ പറയണം. അവർ നിങ്ങളുടെ മണ്ടയിൽ എന്ത് കവാത്താണ് കാണിച്ചത്? സാറേ, ഒരു ജൂനിയർ പയ്യൻ ഇവന്റെ അടുത്ത് വന്ന് ചോദിക്കും, അങ്കിൾ ഈ ടോയ്ലറ്റ് എവിടെയാണ്? കാര്യം എന്റെ അച്ഛന്റെ പ്രായം ഉണ്ടെങ്കിൽ ഇവനൊരു സ്റ്റുഡന്റ് അല്ലേ.